ഓം ശാന്തി. 2025 ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃപ്പൂണിത്തുറ സേവാകേന്ദ്രം അവതരിപ്പിക്കുന്ന ഡ്രാമ ആരംഭിക്കുകയാണ്. ഇതിലെ അഭിനേതാക്കളെല്ലാം തന്നെ അഭിനയ രംഗത്ത് പുതുമുഖങ്ങളായതിനാൽ തെറ്റുകൾ സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ്. അതിനാൽ അല്പം ചില ന്യൂനതകൾ സംഭവിച്ചാലും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഡ്രാമ ആരംഭിക്കുന്നു. ഡ്രാമയുടെ പേര് ആത്മീയ വഴികാട്ടി. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലും ഈശ്വരൻ. ഓം ശാന്തി. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്നത്തെ മുരളി ക്ലാസ്സും യോഗവും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി അല്ലേ? ഇനി നമ്മുടെ സഹോദരിമാർ അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് കൂടി കണ്ടിട്ട് അവർക്ക് പ്രോത്സാഹനമൊക്കെ നൽകി നമുക്ക് പോകാം. ഓക്കെ? ഓം ശാന്തി. मेरा बाबा है
എടുക്കാൻ പോകണം. ശരി, പോവാം. നമസ്തേ മാഡം. നമസ്തേ. അച്ഛൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ ഇവിടുത്തെ ശങ്കരൻ സാറിനോട് സംസാരിച്ചിരുന്നു. പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ പേര് രാജേഷ് നാഥ്. ഈ അപേക്ഷ ഫോം പൂരിപ്പിച്ചെന്നോ ഡോക്ടർ? ഇന്നലെ ശങ്കരൻ സാർ പറഞ്ഞില്ലേ, അത് പ്രകാരമുള്ള ഡോക്യുമെന്റ്സ് തന്നോളൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? താങ്കളുടെ മകനാണല്ലേ അത്? 3-4 ദിവസം മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിച്ചു. ഒരു ജോലിയൊന്നും ചെയ്യാൻ സാധിക്കുന്നുമില്ല. അതുകൊണ്ട് എൻ്റെ മോൻ്റെ ഭാര്യയും ഞാനുമായി മിക്കവാറും കശപിശയാണ്. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഇന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. എല്ലാവർക്കും തിരക്ക് തന്നെ തിരക്ക്. തിരക്ക് കഴിഞ്ഞാലോ നമ്മൾ കരിവേപ്പിലാവുകയും ചെയ്യും. വീട്ടിലെ ഈ പ്രശ്നങ്ങൾ അവനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവനോട് പറഞ്ഞത് എന്നെ വല്ല വൃദ്ധസദനത്തിലും കൊണ്ടുപോയാക്കുന്നത്. മാഡം, ഇവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാണ്. ഇനി അച്ഛനെ കാര്യങ്ങളെല്ലാം വായിച്ചു കേൾപ്പിക്കണം, ഒപ്പ് ഇടിക്കണം, അത്രേ ഉള്ളൂ. ശരി, എന്നാ വേഗം ശരിയാക്കണ്ടോ? വരൂ, ബാക്കിയെല്ലാം ഓക്കെ. മാസത്തിൽ വരുമോ അതോ വർഷത്തിലൊരിക്കൽ വരുമോ? അച്ഛനെ കാണാൻ വരുന്നത് പരമാവധി സമയം ഉണ്ടാക്കി വരണം. ചിലരങ്ങനെയാണ്, ഉണ്ടാക്കിയിട്ട് കാണാനേ വരാറില്ല. അതുകൊണ്ട് ചോദിച്ചാ. സാർ, ഞാൻ തീർച്ചയായും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അച്ഛനെ വന്ന് കണ്ടുകൊള്ളാം. സാമ്പത്തികമായി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. പിന്നൊരു കാര്യം സാർ, സാറിന് എൻ്റെ അച്ഛനെ മുമ്പ് പരിചയമുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? രാജേഷ്, ഞങ്ങൾ തമ്മിൽ ഒരു 10-40 വർഷത്തെ പരിചയം. രാജേഷിന്റെ അച്ഛനെ പോലുള്ള സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അച്ഛൻ എന്നോട് മുമ്പ് പറഞ്ഞിട്ടില്ല. സാറും അച്ഛനും തമ്മിൽ പരിചയക്കാരാണെന്ന് പോലും എനിക്കിപ്പോഴാണ് മനസ്സിലായത്. മാതാപിതാക്കൾ എടുക്കുന്ന ത്യാഗത്തിന്റെ കഥ മക്കളോട് പറഞ്ഞു മനസ്സിലാക്കാറില്ല. മക്കൾ വലുതായി സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല. അവരോട് മിണ്ടാതിരിക്കുക, ദേഷ്യപ്പെടുക, തരം താഴ്ത്തി സംസാരിക്കുക എന്നിവ ഇപ്പോൾ പതിവായിരിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവസാന നാടുകളിൽ അവർ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആകെ കുറെ കാശ് കൊടുത്ത് പിന്നെ തിരിഞ്ഞു പോലും നോക്കാറില്ലാത്ത മക്കളുണ്ട്. ഇത്തരം മക്കളെ കാത്തിരിക്കുന്നത് അനേക ജന്മങ്ങളുടെ ദുരിതപൂർണമായ ജീവിതമാണ്. സാർ, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല അച്ഛൻ ഇവിടെ കൊണ്ടൊന്നും ആക്കാൻ. എൻ്റെ മക്കൾക്ക് അച്ഛന് മക്കളെയും കാണാതിരിക്കാനേ പറ്റില്ല. പക്ഷെ അച്ഛനും എൻ്റെ ഭാര്യയും പരസ്പരം കണ്ടാൽ മതി വഴക്കുണ്ടാക്കാൻ. പക്ഷെ അച്ഛൻ പലപ്പോഴും ഒന്നുമില്ലാതെ എവിടെയെങ്കിലും പോയി തനിച്ചിരുന്ന് കരയുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ ബിസിനസ് കാര്യങ്ങളുമായി മിക്കവാറും യാത്രയിലായിരുന്നു. രാജേഷേ, താങ്കൾക്ക് ഈ തിരക്കും ബിസിനസ്സും പണവും പ്രതാപവും ഈ സ്ഥാനമാനങ്ങളും സാമ്പത്തിക ചുറ്റുപാടും ഒക്കെ ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? അതിൻ്റെ പുറകിൽ അച്ഛൻ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട് സർ. എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ ഞങ്ങളെ വിട്ടുപോയി. പിന്നെ അച്ഛനാണ് എൻ്റെ എല്ലാം. പക്ഷെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എല്ലാം ഉണ്ട്, പക്ഷെ മനസ്സമാധാനം മാത്രമില്ല. ആരെ ഉപേക്ഷിക്കണം? ശരിയാണ്, രാജേഷ് പറഞ്ഞതിലും കാര്യമില്ലായില്ല. പക്ഷേ അച്ഛൻ രാജേഷിനോട് പറയാത്ത ഒരു പരമ രഹസ്യമുണ്ട്. അതൊരിക്കലും രാജേഷിനെ അറിയിക്കരുതെന്ന് അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ രഹസ്യം ഞാനിപ്പോൾ രാജേഷിനെ അറിയിച്ചില്ലെങ്കിൽ അത് ഒരു മഹാ അപരാധമായി തീരും.
രഹസ്യം? എന്നോട് ഇതുവരെ പറയാത്ത എന്ത് രഹസ്യമാണ് അച്ഛൻ സാറിനോട് പറഞ്ഞിരിക്കുന്നത്? ഏകദേശം 40-40 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. വിവാഹം കഴിഞ്ഞ് 3-4 വർഷങ്ങൾ കാത്തിരുന്നിട്ടും സന്താന ഭാഗ്യം ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയ ആ ദമ്പതിമാർ ഒരു കുട്ടിയെ ദത്തെടുക്കുന്ന കാര്യം എന്നോട് സംസാരിച്ചു. അങ്ങനെ ഞാനും ആ ദമ്പതികളും കൂടി ഇവിടെ നിന്നും വളരെ ദൂരത്തിലുള്ള അനാഥാലയത്തിൽ ചെന്ന് വിഷയം അവതരിപ്പിച്ചു. അങ്ങനെ നിയമപരമായി ഒരു ആൺകുട്ടിയെ അവിടെ നിന്ന് ദമ്പതിമാർ ദത്തെടുത്തു. ജനിച്ച ഉടനെ ആരോ കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിച്ച് പോയ ഒരു കുഞ്ഞ് മാതാപിതാക്കളുടെ കുറവറിയാതെ ആ അനാഥാലയത്തിൽ വളർന്ന് ഒരു 2 വയസ്സുകാരനായപ്പോൾ ആ കുഞ്ഞിനെയാണ് ആ ദമ്പതിമാർ ദത്തെടുത്തത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവർ ആ 2 വയസ്സുകാരനെ വളർത്തുവാൻ തുടങ്ങി. എന്നാൽ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. സാർ പറയൂ, എന്താണ് അവർക്ക് പറ്റിയത്? ഒരു റോഡ് അപകടത്തിൽ ആ അമ്മ കുട്ടിയെയും ഭർത്താവിനെയും ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത വിധം എന്നേക്കുമായി യാത്രയായി. എങ്ങനെയാണ് സാർ അപകടമുണ്ടായത്? സ്വന്തം വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്? അല്ല, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു കാർ അതിവേഗത്തിൽ വന്ന് ഇടിച്ചു തെറിപ്പിച്ചിരിക്കുകയായി. തക്ഷണം മരിച്ചു. കഷ്ടമായി. പിന്നീട് അദ്ദേഹം ജോലി കാര്യങ്ങളെല്ലാം ചെയ്തു തൻ്റെ മകന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചു. പിന്നീട് ആ മകൻ തന്നെ വളർത്തി വലുതാക്കിയ അച്ഛനെ വൃദ്ധസദനത്തിൽ കൊണ്ടു ചെല്ലുന്ന ദുരവസ്ഥ അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് തേങ്ങും. രാജേഷേ, ഈ കഥയിലെ ആ മകൻ താങ്കളാണ്. ഈ കഥയിലെ അച്ഛൻ താങ്കളുടെ അച്ഛനാണ്. ശരി, അകത്തേക്ക് വരും. ഞാൻ അവിടെ ഉണ്ടാകും. നമുക്ക് അവിടെ സംസാരിക്കാം. മക്കൾക്കു വേണ്ടി ഞാൻ കാശു നേടി, അവരത് കൊണ്ടു ഇംഗ്ലീഷു നേടി. ഇന്നവർ എന്റെ നേർപ്പൊക്കുന്ന കാലിനെ സ്വപ്നത്തിൽ പോലും എനിക്കു പേടി. ഊണുറക്കമില്ലാതെ ഞാൻ നേടിയതൊക്കെ അവർക്ക് വിധിച്ചു നൽകി. മക്കൾക്ക് ഞാൻ ഭാരമാവാതിരിക്കുവാൻ വീടൊന്നു മാത്രം ഞാൻ ബാക്കിയാക്കി. ഈയിടെ ഇവിടെയും യോഗം നടക്കുന്നു, ചർച്ചകൾ പലതും നടന്നിടുന്നു. ചർച്ചയിൽ നല്ല പരസ്യം പറയുന്നു മക്കൾ മരുമക്കൾ വാശിയോടെ. കൊച്ചിയിലുണ്ട് വൃദ്ധസദനം, ഇപ്പോ കോഴിക്കോടുണ്ട് സേവാസദനം. സാർ, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കും. ഞാൻ അച്ഛനെ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. അതിന് സാർ എന്നെ അനുവദിക്കണം. ഏതായാലും 2-3 മാസം അച്ഛൻ ഈ അന്തരീക്ഷത്തിൽ ഒന്ന് നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഇവിടെ ഇന്ന് മുതൽ ബ്രഹ്മകുമാരീസ് വിദ്യാലയത്തിൽ നിന്നും ആത്മീയ ജ്ഞാനവും യോഗവും പരിശീലിപ്പിക്കുവാൻ ബ്രഹ്മകുമാരിമാർ വരുന്നുണ്ട്. അച്ഛൻ അതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. ബാക്കി നമുക്ക് പിന്നീട് ആലോചിക്കാം. മോൻ ധൈര്യമായി പൊക്കോളൂ. എന്തായാലും അച്ഛൻ കുറച്ച് നാൾ ഇവിടെ നിൽക്കാം. നമസ്കാരം സഹോദരിമാരെ. ഇന്നലെ നമ്മൾ എല്ലാ കാര്യവും വിശദമായി സംസാരിച്ചു. എന്നാൽ ഇനി സമയം കളയണ്ട, ക്ലാസ് കേൾക്കാൻ എല്ലാവരും വിളിച്ചോട്ടെ. ശരി, എങ്കിലായിക്കോട്ടെ. ആദ്യം നമുക്ക് എല്ലാവർക്കും ഈശ്വരനെ ഓർമ്മിക്കാം. ശിവം ശിവകരം ശാന്തം, ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗപ്രണീതാരം
സദാശിവം. ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം. അമ്മയുടെ പേരെന്താണ്? എൻ്റെ പേര് ശാരദ. എനിക്കൊരു മോനും മോളാണുള്ളത്. രണ്ടാളും കുടുംബസമേതം വിദേശത്താണ് ജോലി ചെയ്യണത്. ഞാനിവിടെ വന്നിട്ട് 10 വർഷമായി. ഇതുവരെ 3 പ്രാവശ്യം മാത്രം അവരെന്നെ കാണാൻ വന്നിട്ടുള്ളൂ. മിക്കവാറും ഞാൻ അവരെ സ്വപ്നം കാണാറുണ്ട്. അവരോടൊപ്പം അവരുടെ അച്ഛൻ ഉറങ്ങുന്ന ഈ വീട്ടില് ഓണത്തിന് വിഷുവിനോ ഒന്നിച്ചിരുന്ന് ഒരു പിടി ചോറ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അവരും ഇല്ലല്ലോ. അവര് കാശൊക്കെ മുടങ്ങാതെ ഇവിടെ അയക്കാറുണ്ട്. പക്ഷെ എന്നെ കാണാൻ വരാറില്ല. ഒരു പ്രാവശ്യമെങ്കിലും എനിക്കവരെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഈ വൃദ്ധസദനത്തിന്റെ ഗേറ്റിൽ നോക്കിയിരിക്കും. അവരെന്നെ കാണാൻ വരും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനെപ്പോഴും ജീവിക്കുന്നത്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും അവരെന്നെ കാണാൻ വന്നിരുന്നെങ്കിൽ എനിക്ക് അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. എൻ്റെ ആഗ്രഹം ഈശ്വരൻ കേൾക്കുമായിരിക്കും. സാരമില്ല അമ്മേ, കരയണ്ട കേട്ടോ. ഇനി എല്ലാം ശരിയാകും. അമ്മേ, അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് മഹാലക്ഷ്മി എന്നാണ്. പേര് മാത്രമേ ഉള്ളൂ ലക്ഷ്മി എന്ന്. ജീവിതം മുഴുവൻ കഷ്ടപ്പാട് തന്നെ. മക്കളൊക്കെ ഉണ്ട്, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരൊന്നും തിരിഞ്ഞു നോക്കില്ല. ആർക്കും എന്നെ വേണ്ടാതായി. ഭഗവാനും എന്നെ വേണ്ടാതായി. സഹോദര, പേര് പറയൂ. എൻ്റെ പേര് ചക്രപാണി എന്നാണ്. ഈ പേര് പോലെ തന്നെ സദാ ഞാൻ കറക്കത്തിലാണ്. ചെറുപ്പത്തിലെ നാട് വിട്ടു പോയതാണ്. 365 ദിവസവും വിശ്രമം കിട്ടുന്ന ഒരു പണി അന്വേഷിച്ച് എല്ലാ ആശ്രമങ്ങളിലും ഞാൻ ചുറ്റിക്കറങ്ങി. അവിടെയൊക്കെ ചെന്നപ്പോഴാണ് എനിക്ക് വിവരം മനസ്സിലായത്. എല്ലായിടത്തും മുട്ടൻ പണിയാണ്. അങ്ങനെ കറങ്ങി അവസാനം ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ ഞാൻ ഹാപ്പിയാണ്. എന്നെക്കുറിച്ച് ചിന്തിക്കാനോ എനിക്ക് ചിന്തിക്കാനോ ആരുമില്ല. ഞാൻ ഹാപ്പിയാണ്. ഞാൻ സദാ ഹാപ്പിയാണ്. ശരി, ഇനി ബാക്കിയുള്ളവരെ ഓരോ ദിവസവും പരിചയപ്പെടാം. എല്ലാവരും മനസ്സിനെ ശാന്തമാക്കി വെക്കണം. കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആർക്കും ദുഃഖം തന്നത് ഈശ്വരനല്ല. നിങ്ങൾ മാത്രമല്ല അനാഥർ. ഇന്ന് ലോകത്തിലുള്ള എല്ലാവരും ഈശ്വരനെ തിരിച്ചറിയാത്തത് കൊണ്ട് അനാഥരാണ്. ഞാൻ ഓം എന്ന മന്ത്രം 3 പ്രാവശ്യം ഉച്ചരിക്കാം. അതേപോലെ നിങ്ങളും എൻ്റെ കൂടെ 3 പ്രാവശ്യം പറയണം. നിങ്ങളിനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ ആരും ഈ കാണുന്ന ശരീരമല്ല. ഈ ശരീരം നമ്മളെ വിട്ട് ഒരിക്കൽ പോകും. ഈ ശരീരം നമുക്ക് പ്രകൃതി തന്നിരിക്കുന്ന ഒരു വാഹനം മാത്രമാണ്. ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് അനശ്വരമായ ആത്മാവാണ്. ആത്മാവിന് നാശമില്ല. ഈ ആത്മാവിൻ്റെ ശരീരത്തിലെ കാലാവധി തീരുമ്പോൾ ആത്മാവ് ഈ ശരീരം വിട്ടുപോകുന്നു. അപ്പോൾ ഈ ശരീരം നശിക്കുന്നു. ആത്മാവ് ഒരു പ്രകാശ ബിന്ദുവാണ്.
ഇനി ഈശ്വരനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. എപ്രകാരം നമ്മൾ ശരീരമല്ല എന്ന് മനസ്സിലാക്കിയോ അപ്രകാരം നമ്മുടെ മാതാവും പിതാവുമായ ഈശ്വരനും ശരീരമല്ല. ഈശ്വരൻ ജനിച്ച് മരിക്കുന്നവനോ ഈ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നവനോ അല്ലാത്തത് കൊണ്ടാണ് ഭഗവാനെ ശരീരമല്ലാത്ത നിരാകാര ജ്യോതിസിന്റെ രൂപത്തിൽ ശിവലിംഗങ്ങളായും ജ്യോതിർലിംഗങ്ങളായും ഭാരതീയർ ആരാധിക്കുന്നത്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അത് ഒരു പരമപ്രകാശമാണ്. അതിനാലാണ് പരമപ്രകാശമേ പരമം നീ സത്യം എന്ന് മഹിമ ചെയ്യുന്നത്. ആ ഭഗവാനെയാണ് ഗോഡ് ഈസ് ലൈറ്റ് എന്നും നൂർ അള്ള എന്നും അത്യുന്നതങ്ങളിൽ വസിക്കുന്ന പരമപിതാവെന്നും ഓംകാരമൂർത്തി എന്നും പല പേരുകളിൽ എല്ലാവരും വിളിച്ച് ആരാധിക്കുന്നതും ഒരേ ഒരു ഈശ്വരനെ തന്നെയാണ്. മനുഷ്യാത്മാവിൻ്റെ മാതാവും പിതാവുമായ ഈശ്വരനെ തിരിച്ച് അറിയാത്ത സകലരും അനാഥരാണ്. അതിനാൽ സ്വയത്തെ ആത്മാവ് എന്ന് മനസ്സിലാക്കി ഭഗവാനെ ജ്യോതിർബിന്ദുവായി ഓർമ്മിച്ചാൽ സർവ ദുഃഖങ്ങളും ഇല്ലാതാകും. ഇനി ചതുർയുഗങ്ങളിൽ കർമ്മക്ഷേത്രമാകുന്ന ഭൂമിയിൽ അരങ്ങേറുന്ന സൃഷ്ടി നാടകത്തെക്കുറിച്ച് മനസ്സിലാക്കാം. 4 യുഗങ്ങളിൽ ആദ്യത്തെ 2 യുഗമായ സത്യത്രേതായുഗത്തിൽ പവിത്രതയുടെ പ്രകാശകിരീടവും ഭൗതിക സമ്പൽ സമൃദ്ധിയുടെ രത്നകിരീടവും ധരിച്ച 30 കോടി ദേവത ആത്മാക്കൾ ഈ ഭാരതഭൂമിയിൽ വസിച്ചിരുന്നു. എവിടെയും പവിത്രത, സുഖം, ശാന്തി, സമ്പൽ സമൃദ്ധി എന്നിവ കൈകോർത്ത് പിടിച്ചിരുന്ന സുന്ദരമായ ആ കാലഘട്ടത്തിനെ ആണ് നമ്മൾ സ്വർഗം എന്ന് മഹിമ ചെയ്യുന്നത്. ദൈവിക ഗുണസമ്പന്നരായിരുന്ന അവർ പ്രകൃതിയുടെ പതികളായിരുന്നു. ദുഃഖം, അശാന്തി, രോഗങ്ങൾ, അകാല മരണങ്ങൾ എന്നിവയ്ക്ക് അവിടെ പ്രവേശനമില്ലായിരുന്നു. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രനും ശ്രീ സീതാദേവിയും ഈ പ്രകൃതിയെ അടക്കി വാണിരുന്നു. ഇങ്ങനെയുള്ള ഒരു സനാതന ധർമ്മമാണ് ഈശ്വരൻ സ്ഥാപിക്കുന്നത്. പിന്നീട് കാലചക്രം കറങ്ങി ത്രേതായുഗത്തിന് ശേഷം ദ്വാപരയുഗം ആരംഭിക്കുന്നു. ദേവകാലം മാറി വേദകാലം ആരംഭിക്കുന്നു. ആത്മാഭിമാനികളായിരുന്നവർ ദേഹാഭിമാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ദേഹാഭിമാനത്തിലൂടെ കാമ ക്രോധാദി പഞ്ചവികാരങ്ങളാകുന്ന രാവണൻ പതുക്കെ പതുക്കെ മനുഷ്യ മനസ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇതിലൂടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിപരീതമാവുകയും ചെയ്യുന്നു. ദേഹാഭിമാനം കൂടുന്നതിനനുസരിച്ച് മനുഷ്യ മനസ്സിൽ രാവണൻ ശക്തി പ്രാപിക്കുന്നു. പഞ്ചവികാര രൂപമാകുന്ന ദശമുഖൻ രാവണൻ മനുഷ്യ മനസ്സിൽ ശക്തി പ്രാപിക്കുന്നു. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വരൂ. നമുക്ക് ആ വൃക്ഷച്ചുവട്ടിൽ ഇരുന്നുകൊണ്ട് രാവണൻ ആരെന്നും രാവണന്റെ ശക്തി എന്തെന്നും മനസ്സിലാക്കാം. വരൂ. ജലപ്രവാഹ പാവിതസ്ഥലേ കലേവലംബ്യലംബിതാം ഭുജംഗലിംഗമാലികാധവട്ടമട്ടമട്ടമന്നിനാദവട്ടമർവയം ചകാര ചണ്ഡതാണ്ഡവം തനോതു ന ശിവ ശിവ ശിവ. ജടാകടാഹ സംഭ്രമ ഭ്രമനിലിംബ നിർഝരീ വിലോല വീചി വല്ലരീ വിരാജമാന ദശമുഖൻ രാവണനാണ്. അധർമ്മത്തിന്റെയും അജ്ഞാന അന്ധകാരത്തിന്റെയും അവനാണ്. ലോഭം മോഹം അഹങ്കാരവും ഞാൻ തന്നെയാണ്. ഞാൻ നിങ്ങളിൽ ഓരോരുത്തരിലും കുടിയിരിക്കുന്ന അധർമ്മമാണ് ഞാൻ. അജ്ഞാനത്തിന്റെ തമസ്സാണ് ഞാൻ. ഞാൻ അധർമ്മത്തിന്റെ സ്വാമിയാണ്.
ക്രോധേശ്വര ആഗതനായാലും അന്ധകാരത്തിന്റെ സ്വാമിക്ക് പ്രണാമം. ക്രോധേശ്വര, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എല്ലാ മനുഷ്യ മനസ്സുകളിലേക്കും നിങ്ങൾ 5 പേരും പ്രവേശിക്കണം. മഹാപ്രഭു, അങ്ങയുടെ ആശീർവാദത്താൽ ഞങ്ങൾ 5 പേരും ഭൂമിയിൽ അശാന്തിയും കലഹവും പരസ്പര ശത്രുതയും വളർത്തി ഭൂമിയിൽ അധർമ്മത്തിന്റെ സാമ്രാജ്യം പടുത്തുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹേ ക്രോധേശ്വര, മനുഷ്യ മനസ്സുകളിൽ ശത്രുതയുടെ പക ഉണർത്തണം. ദുർവികാരങ്ങൾ കൊണ്ട് മനുഷ്യരെ വലയ്ക്കണം. ധർമ്മം അധർമ്മമാക്കണം. സത്യങ്ങളെല്ലാം അസത്യമാക്കി തീർക്കണം. അതാണ് കലിയുഗം. അന്ധകാരത്തിന്റെ സാമ്രാട്ടായ നമ്മുടെ കൈപ്പിടിക്കുള്ളിൽ ചക്രവർത്തിമാരും രാജാക്കന്മാരും ആത്മീയ ഗുരുക്കന്മാരും സർവരും കിടന്ന് പിടയണം. പ്രഭു, ഇന്ന് ഞങ്ങൾ ജ്ഞാനികളായവരെ ധർമ്മത്തിന്റെ പാതയിൽ നിന്നും വേർപെടുത്തി അധർമ്മത്തിന്റെ പാതയിലേക്ക് തള്ളിയിട്ടു. യജ്ഞങ്ങളും തപസ്സും അമൃതവേളയും ട്രാഫിക് കൺട്രോളും ചാർത്തെഴുതലും നിർത്തലാക്കിച്ച് അവരെ താരാട്ട് പാട്ടുപാടി ഉറക്കി ഓൺലൈൻ മുരളിയിലേക്ക് തളച്ചിട്ടു. അല്ലയോ ക്രോധേശ്വര, ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ മഹാഭൂരിഭാഗം പേരും ക്രോധത്തിന്റെ അടിമകളാണ്. നിങ്ങളിൽ ഒരുവൻ മനുഷ്യ മനസ്സുകളിൽ പ്രവേശിച്ചാൽ ബാക്കി ഭൂതങ്ങളെല്ലാം ആ മനസ്സുകളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അതിന് ആദ്യമായി ചെയ്യേണ്ട കാര്യം അവരെ ആസുരീയ ഭോജനം കഴിക്കുവാൻ പ്രേരിപ്പിക്കണം. സ്വാമി, ഞങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് മഹാഭൂരിഭാഗം പേരെയും ചൂതുകളി, മദ്യപാനം, ലഹരി എന്നിവയ്ക്ക് അടിമകളാക്കി തീർത്തു. എവിടെ നമ്മുടെ മായാശക്തികൾ? മായാശക്തികളെ വന്നാലും മായാശക്തികളെ, മഹാപ്രഹരശേഷിയുള്ള ഈ ചന്ദ്രഹാസം നമുക്ക് കൈലാസനാഥൻ നൽകിയതാണ്. ഇതൊന്ന് പിടിച്ചു നോക്കൂ. മായാശക്തികളെ, നാം പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഈ ഭൂമിയിൽ അധർമ്മത്തിന്റെ സാമ്രാജ്യം കൊണ്ടുവരണം. അതിനായി ആദ്യമേ നിങ്ങൾ മനുഷ്യരുടെ സങ്കല്പങ്ങൾ വിപരീതമാക്കണം. ഈശ്വരവിശ്വാസം, ഈശ്വരന്റെ പേരിൽ മനുഷ്യർ സംഘടിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇല്ലാതാക്കണം. ഈശ്വരൻ അതൊരു പ്രകാശമാണ്, നമ്മൾ അന്ധകാരമാണ്. പ്രകാശത്തിന് മുമ്പിൽ നമുക്ക് അസ്തിത്വമില്ല. അതിനാൽ ഈശ്വരവിശ്വാസം അന്ധവിശ്വാസമാണെന്ന് വരും തലമുറകളിൽ പോലും വിശ്വസിക്കും വിധം നാം പ്രവർത്തിക്കണം. കലികാലത്തിൽ നമ്മുടെ ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് രാവണ ശക്തിയെ സംഹരിക്കുവാൻ ഒരു പരമപ്രകാശം ഈ ഭൂമിയിൽ ഇടപെട്ട് കഴിഞ്ഞു. അതിനാൽ മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും ഈശ്വരന്റെയും ധനത്തിന്റെയും പേരിൽ പരസ്പരം ശത്രുക്കളാക്കി തീർക്കണം. മനുഷ്യരെ കാമക്രോധാദികൾ കൊണ്ട് പരവശരാക്കണം. യാതൊരു രൂപവുമില്ലാത്ത നമ്മൾ രൂപമുള്ള മനുഷ്യ മനസ്സിൽ പ്രവേശിച്ച് അവരുടെ രൂപത്തെ വികൃതമാക്കി തീർക്കണം. മനുഷ്യരുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പരസ്പരം ദുഃഖങ്ങൾ നൽകുന്നതാക്കി തീർക്കണം. എവിടെയെല്ലാം സത്സംഗങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ ഉള്ളവരുടെ മനസ്സിൽ പ്രവേശിച്ച് അവരെ അതിൽ നിന്നും വേർതിരിച്ച് ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സിനെ വലിച്ചിഴക്കണം. ശരി, എങ്കിൽ
കലിയുഗത്തിലെ അവസാന യുദ്ധത്തിനായി നാം വരാം. അതുവരെ നിങ്ങൾ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കണം. തപസ്സിനായി നാം പുറപ്പെടുകയാണ്. എങ്കിൽ വരൂ, നമുക്കിനി അകത്തിരുന്ന് സംസാരിക്കാം. ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ ദുഃഖത്തിന് കാരണം നമ്മുടെ തന്നെ ഉള്ളിൽ കിടക്കുന്ന കാമ ക്രോധാദി ദുർവികാരങ്ങളാണ്. ഈശ്വരനാണ് നമ്മുടെ എല്ലാമെല്ലാം. അതിനാൽ ആരും ഇനി ഞാൻ അനാഥനാണ്, എനിക്ക് ആരുമില്ല എന്ന് പറയരുത്. ഈശ്വരനുമായുള്ള നമ്മുടെ ആത്മബന്ധം ഒരു കാലത്തും നശിക്കുന്നില്ല. ഇനി അടുത്ത ദിവസം ബാക്കി കേൾക്കാം. നമുക്ക് 10 സെക്കൻഡ് ഭഗവാനെ ഓർമ്മിക്കാം. ആത്മാവിനി ഭൂവി ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ഓക്കെ, ഓം ശാന്തി. ക്ലാസിന്റെ സമയമായല്ലോ. സിസ്റ്റർ ഇതുവരെയും വന്നിട്ടില്ലല്ലോ. ഈവനിങ് യോഗ ക്ലാസ് എടുക്കാനായി രാജൻ ഭായി വരാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ടും ഭായിയെ കാണുന്നില്ല, കുട്ടികളെ ആരെയും കാണുന്നില്ലല്ലോ. ഹലോ ഹലോ, സിസ്റ്റർ പറഞ്ഞോളൂ. ഓം ശാന്തി ഭായി, ഞാൻ വരാൻ കുറച്ച് വൈകും. രാജശേഖരൻ ഭായി പോന്നിട്ടുണ്ട് ക്ലാസ് എടുക്കാൻ, ഇപ്പോൾ എത്തും. ഓക്കെ ഓക്കെ. ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് യോഗം ചെയ്യാം. ക്ലാസിന്റെ സമയത്ത് ഫോൺ ബിൽ അടിച്ചാൽ അവർ സേവാകേന്ദ്രം മുഴുവൻ ഇന്ന് അടിച്ച് വാരി തുടയ്ക്കണം. ഓക്കെ അല്ലേ? യോഗം ചെയ്യുമ്പോൾ ആരും തല കുനിച്ചിരിക്കരുത്. ബാബ മുകളിലാണ് ഇരിക്കുന്നത്, ഭൂമിയിലല്ലല്ലോ. ബായി, പാട്ട് വയ്ക്കൂ ബായി. ഈശ്വരനെ ഓർമ്മിക്കാനിരിക്കുകയാണ്. ഇവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. ഇവരെ അങ്ങോട്ട് ഉറക്കി കളയാം, കോട്ടുവായി ഇടിപ്പിക്കണം. ലോകത്തിലെ ഏറ്റവും ശക്തന്മാരും ഏറ്റവും വലിയ മണ്ടന്മാരെയും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഈ മനുഷ്യന്റെ ഇരിപ്പ് കണ്ടാൽ മഹാദേവൻ തപസ് ചെയ്യുന്നത് പോലെയാണ്. ഇങ്ങരുടെ ഇരിപ്പും നടപ്പും ഡയലോഗും ഒക്കെ കേട്ടാലുണ്ടല്ലോ, ദേവേന്ദ്രൻ പോലും താഴെ ഇറങ്ങി വരും. നല്ല ഉറക്കത്തിലാണ്, താരാട്ട് പാടി കൊടുക്കാം, ഉറങ്ങട്ടെ. ശാന്തി. യോഗത്തിലാണ് പരിശ്രമം. യോഗം ചെയ്യുമ്പോഴാണ് മായ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. പ്രദർശിനി സ്റ്റാളിൽ ജ്ഞാനമഴ പെയ്യിക്കുമ്പോൾ മായ വരില്ല. യോഗത്തിലിരിക്കുമ്പോൾ മായ നമ്മുടെ ചിന്തകളെ പല ഭാഗത്തേക്കും കൊണ്ടുപോകും. അതിനാൽ ശ്രദ്ധയോടെ യോഗത്തിലിരിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചെയ്ത യോഗം? ബായ്, ഇന്നത്തെ യോഗം വളരെ നന്നായി ചെയ്യാൻ പറ്റി.
യോഗത്തിന് ഇരുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഭാരരഹിതനായി അന്തരീക്ഷത്തിന്റെ മുകളിലൂടെ പറന്നു പോയി. എവിടേക്കാണ് പോയതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. രാത്രി ഉറങ്ങാൻ കിടന്നാൽ തിരിഞ്ഞും മറഞ്ഞും കിടക്കും. പിന്നെ ഉറക്കം വരുന്നത് പുലർച്ചെ അമൃതവേള തുടങ്ങുന്ന സമയമാണ്. ഏതായാലും ഈ യോഗത്തിലൂടെ എൻ്റെ എല്ലാ ക്ഷീണവും മാറി. മതി ഒന്നും പറയണ്ട. ഞാൻ കണ്ടു തലകുനിച്ചിരുന്ന് ഉറങ്ങുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയൂ, ഞാൻ ഉത്തരം നൽകാം. ഭായ്, എനിക്കൊരു സംശയമുണ്ട് ഭായ്. ഉറങ്ങാൻ കിടന്നാൽ ഉറക്കമേ വരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് യോഗത്തിനും മുരളി ക്ലാസ്സിലും ഇരിക്കുമ്പോൾ എവിടെന്നാ ഉറക്കം വരുന്നതെന്ന് ഒട്ടും അറിയില്ല ഭായ്. തന്നെ ഉറങ്ങിപ്പോകുന്നു. അതല്ലെങ്കിലും അങ്ങനെയാണ്. പ്രയോജനമുള്ള എന്തെങ്കിലും പഠിക്കാനോ എഴുതാനോ നോക്കാനോ കേൾക്കാനോ ഉണ്ടെങ്കിൽ താനെ ഉറക്കം വരും. എന്നാലോ പ്രയോജനമില്ലാതെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കാനോ സ്കിറ്റ് കാണാനോ ട്രോള് കാണാനോ ഒരു പ്രശ്നവുമില്ല, ഉറക്കവുമില്ല, ഒന്നുമില്ല. ഭായി, ഒരു സംശയമുണ്ട്. ലോകം മാറിയാലും ഞാൻ മാറില്ല എന്ന് പറയാറില്ലേ, അതെന്താ? ലോകം മുഴുവൻ എതിർപ്പുമായി വന്നാലും ഭഗവാന്റെ ശ്രീമത്തിൽ നിന്നും ഞാൻ മാറില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ലോകം മുഴുവനും പരിവർത്തനമായാലും ഞാൻ പരിവർത്തനമാകില്ല എന്നല്ല അർത്ഥം. അതെ, ഒരു സംശയം. ഈ ഭൂമി ഉരുണ്ടതാണല്ലോ. അപ്പൊ ഈ ഭൂമിയുടെ നമ്മുടെ ഇന്ത്യക്കാർ ഒരു വശത്താണ്, അതിന്റെ എതിർവശത്തല്ലേ അമേരിക്ക? അതെ. അപ്പൊ നമ്മൾ മുകളിലാണെന്ന് വിചാരിക്കാം. നമ്മൾ മുകളിലാണെങ്കിൽ നമ്മുടെ പരന്താമം മുകളില്. അതെ. അപ്പൊ ഈ അമേരിക്കക്കാര് താഴ്ത്തായിരിക്കുമല്ലോ. അതെ. അപ്പൊ ഈ അമേരിക്കക്കാരുടെ പരന്താമം താഴ്ത്തായിട്ട് വരില്ലേ? അപ്പൊ രണ്ട് പരന്താമം ഉണ്ടാവോ? ബൈ, ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ ബായോട് പിന്നെ പറഞ്ഞു തരാം. ബായി മുരളി ക്ലാസ് കഴിഞ്ഞ് ഗേറ്റിൽ വന്ന് നിൽക്ക്. അപ്പൊ ഞാൻ അതിന് വ്യക്തമായ ആൻസർ ബായിക്ക് തരുന്നതാണ്. അപ്പോൾ നാം ഇങ്ങനെ പോയാൽ പോരാ. മായാരാവണൻ മഹാശക്തിശാലിയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ആത്മബലം കൊണ്ട് മായയെ തോൽപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. അതിനാൽ നിരന്തരം ഈശ്വരന്റെ ഓർമ്മയും ഈശ്വരീയ ജ്ഞാനവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മായയെ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ഏക് ബാപ് ദൂസര ന കോയി, ഒരേ ഒരു ബാബ, രണ്ടാമതായി ആരുമില്ല എന്ന ദൃഢനിശ്ചയത്തിൽ മായയെ ജയിച്ച് സത്യയുഗമാകുന്ന സ്വർഗത്തെ നമുക്ക് വരവേൽക്കാം. അവിടെ ഏകരാജ്യം, ഏകമതം, ഏക ഭാഷ, ശ്രീ ലക്ഷ്മി നാരായണന്മാർ രാജ്യം ഭരിക്കുന്ന ആ സ്വർഗരാജ്യത്തിലേക്ക് ബുദ്ധിയാകുന്ന വിമാനത്തിൽ നമുക്ക് ഒരുമിച്ച് യാത്രയാകാം. ഭൂമിയുടെ
നമ്മുടെ ഇന്ത്യക്കാർ ഒരു വശത്താണ്, അതിന്റെ എതിർവശത്തല്ലേ അമേരിക്ക? അതെ. അപ്പൊ നമ്മൾ മുകളിലാണെന്ന് വിചാരിക്കാം. നമ്മൾ മുകളിലാണെങ്കിൽ നമ്മുടെ പരന്താമം മുകളില്. അതെ. അപ്പൊ ഈ അമേരിക്കക്കാര് താഴ്ത്തായിരിക്കുമല്ലോ. അതെ. അപ്പൊ ഈ അമേരിക്കക്കാരുടെ പരന്താമം താഴ്ത്തായിട്ട് വരില്ലേ? അപ്പൊ 2 പരന്താമം ഉണ്ടാവോ? ബായ്, ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ ബായോട് പിന്നെ പറഞ്ഞു തരാം. ബായി മുരളി ക്ലാസ് കഴിഞ്ഞ് ഗേറ്റിൽ വന്ന് നിൽക്ക്. അപ്പൊ ഞാൻ അതിന് വ്യക്തമായ ആൻസർ ബായിക്ക് തരുന്നതാണ്. അപ്പോൾ നാം ഇങ്ങനെ പോയാൽ പോരാ. മായാരാവണൻ മഹാശക്തിശാലിയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ആത്മബലം കൊണ്ട് മായയെ തോൽപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. അതിനാൽ നിരന്തരം ഈശ്വരന്റെ ഓർമ്മയും ഈശ്വരീയ ജ്ഞാനവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മായയെ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ഏക് ബാപ് ദൂസര ന കോയി, ഒരേ ഒരു ബാബ, രണ്ടാമതായി ആരുമില്ല എന്ന ദൃഢനിശ്ചയത്തിൽ മായയെ ജയിച്ച് സത്യയുഗമാകുന്ന സ്വർഗത്തെ നമുക്ക് വരവേൽക്കാം. അവിടെ ഏകരാജ്യം, ഏകമതം, ഏക ഭാഷ, ശ്രീ ലക്ഷ്മി നാരായണന്മാർ രാജ്യം ഭരിക്കുന്ന ആ സ്വർഗരാജ്യത്തിലേക്ക് ബുദ്ധിയാകുന്ന വിമാനത്തിൽ നമുക്ക് ഒരുമിച്ച് യാത്രയാകാം.